ഹലോ, ഇന്ന് നമ്മൾ മലമ്പുഴ ഡാമിൽ വന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഡാമിൽ കയറുന്നതിന് മുൻപ് നമുക്ക് ഫീ ഉണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കെട്ടിടത്തിൽ അവിടെയാണ് കേട്ടോ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ അവരിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫീ ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയുള്ള ദിവസമാണ്. ഇവിടെയൊക്കെ മഴവെള്ളം വീണ് ആകെ നനഞ്ഞതായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. നല്ല മഴയുള്ള സമയങ്ങളിൽ വരുമ്പോൾ നമുക്ക് അറിയാലോ, ഇതൊക്കെ തന്നെ ആയിരിക്കും, എല്ലാവരും സൂക്ഷിച്ചൊക്കെ നടക്കുക. പിന്നെ ഞങ്ങളൊക്കെ കുടയൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. പക്ഷേ കുടയേക്കാൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോകുമ്പോൾ റെയിൻകോട്ട് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നു. ഇനി പോകുമ്പോൾ റെയിൻകോട്ട് വാങ്ങിച്ചിട്ട് പോകണം. അപ്പം നമ്മുടെ സുട്ടുമോൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അനിയൻ്റെ കയ്യും പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കണ്ടത്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല പച്ചപ്പും നല്ല ചെടികളും ഡാമാണ് കേട്ടോ കാണുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ പച്ചപ്പ് തന്നെയാണ് കേട്ടോ. ഒത്തിരി ചെടികളും ബുഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. കാണാൻ രസം മാത്രമല്ല, നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്കൊരു വാക്കിങ്ങിന് നടക്കാനായാലും അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ ഏരിയയിലൊക്കെ ഒത്തിരി നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്കിരിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നടന്നതിന് ശേഷം ഡാമിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഡാമിൻ്റെ ആ ഒരു വ്യൂ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് പക്ഷേ ഇവിടെ ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് ഈ ഒരു റോപ്പ് വേ ആണ് കേട്ടോ. ഈ ഒരു റോപ്പ് വേ കണ്ടപ്പോൾ എനിക്ക് കയറണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹമായിരുന്നു. പോകുന്നവരെ ഞാൻ കയറുന്ന തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയുള്ള വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ റോപ്പ് വേ, അതായത് ഞാനിത് വീഡിയോകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാനിതിൽ കയറിയിട്ടില്ല. അപ്പം നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് പോവാം കേട്ടോ. ഇതിൽ ഒരേ സമയം 2 പേർക്കാണ് കേട്ടോ കയറാൻ പറ്റുന്നത്. ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിരുന്നു കേട്ടോ റോപ്പ് വേയിൽ. കുറേ ദൂരമൊന്നുമില്ല, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പുറത്തെ സൈഡിൽ എവിടെ ചെന്ന് കുറേ ദൂരം മീൻസ് നമുക്ക് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ അപ്പുറത്തെ സൈഡിലേക്ക് ആൾക്കാർ പോണതൊക്കെ. പിന്നെ ഇവിടെ ഒരു നീലത്താമര കണ്ടായിരുന്നു കേട്ടോ. നീലത്താമര ആമ്പലായിരുന്നു കേട്ടോ, നീല ആമ്പൽ കണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ആമ്പലുകളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഡാമിൻ്റെ മുകളിലേക്ക് കയറാണ്. ഡാമിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിലും കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട് കേട്ടോ, കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറിയേക്കാണ് കേട്ടോ. ഡാമിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ആളുകളെ കാണാം കേട്ടോ. മഴ ഉണ്ടെങ്കിലും ഇവിടേക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. നമുക്ക് ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴെ വെള്ളത്തിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ആളുകൾ മീൻ പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതുപോലെ നമ്മൾ ഡാമിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മലമ്പുഴ ഉദ്യാനം കാണാം. അതായത് ഈ ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള നമുക്ക് മറ്റേ പൂന്തോട്ടങ്ങൾ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡാമിൻ്റെ അടിയിലായിട്ട്. മലമ്പുഴ ഉദ്യാനം ആണെന്ന് തോന്നുന്നു അതിന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് കാണാം കേട്ടോ. ഇവിടെ നോക്കുക, വെള്ളത്തിൽ ഒരാൾ മീൻ പിടിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു